ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. എന്നോട് പലരും പറഞ്ഞു ഒരു സലൂൺ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്താണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഒട്ടനവധി മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിലും അതൊരു 10 മിനിറ്റിൽ ആക്ച്വലി പറഞ്ഞു തീരാൻ പറ്റിയൊരു കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് ടോണി ആൻഡ് ഗൈ, നാച്ചുറൽസ് പോലെയുള്ള ഒട്ടനവധി ലാക്മേ പോലെയുള്ള ബ്രാൻഡുകൾ എല്ലായിടത്തും, ജാവേദ് ഹബീബ് ബ്രാൻഡുകളുടെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംമാരുണ്ട്. സലൂൺ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് തന്നെ പലരും വിളിക്കാറുണ്ടെങ്കിലും ഇതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ ഒരു കൊലത്തൊഴിലോ അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം ജീവിതമാർഗം കരിപ്പിടിപ്പിക്കാൻ അവനവൻ്റെ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഒരു ജോലി പഠിച്ച് അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്പേസിൽ നിന്ന് ഇന്ന് ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് അതിലൂടെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടേക്ക് പലതരത്തിലുള്ള ബ്രാൻഡുകളും ഈ മേഖലയിലുള്ള അറിയപ്പെടുന്ന പല ബ്രാൻഡുകളും ഇവിടേക്ക് കടന്നു വരും. ഇന്ന് ലോകത്ത് തന്നെ നിങ്ങളറിയുന്ന FTVയുടെ പോലെയുള്ള ബ്രാൻഡുകൾ ഇന്ന് കൊച്ചിയിലേക്ക് വന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു ബിസിനസ് മേഖല ഇന്ന് ഇവിടേക്ക് തുറന്നിട്ടിട്ടുണ്ട്. നിലവിലുള്ള കൺസെപ്റ്റ് അനുസരിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ കുഴപ്പമില്ലാത്തൊരു സംവിധാനത്തിൽ തുടങ്ങാമെന്ന് കരുതുന്ന ഒരു മേഖല കൂടിയാണിത്. മറ്റുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് പോലെയോ അതല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നതിൻ്റെ അത്രയൊന്നും റിസ്ക് ഇല്ല. പക്ഷേ എന്നാൽ കുഴപ്പമില്ലാത്തൊരു വരുമാനം, നല്ലൊരു ജോലി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബിസിനസ് കൊണ്ടുപോയി അടക്കാവുന്ന ഒരു മേഖലയാണ് എന്ന് പലരും തിരിച്ചറിഞ്ഞ്, എനിക്ക് തന്നെ അറിയാം ഒട്ടനവധി ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റിന് റെഡിയായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം, പലരും വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുക, എത്ര രൂപ വരും? സിമ്പിൾ ചോദ്യമാണ്, എത്ര രൂപ വരും? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എത്ര രൂപ വരുമെന്ന് ഞാൻ അവരോട്? അപ്പോൾ സലൂൺ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടത്, എൻ്റെ സലൂൺ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ബിസിനസ്സിൽ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നിങ്ങൾ തന്നെ ആദ്യം കണ്ടെത്തണം. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത്, നിങ്ങൾ എവിടെയാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. അത് എത്ര വലുതായിരിക്കണം എന്നുള്ളതും കണ്ടെത്തണം. അടുത്തത്, ഏത് ഏരിയയിലാണ്, എങ്ങനെയുള്ളൊരു സ്ഥലത്താണ്, അതിൽ നമ്മൾക്ക് ആ നാട്ടിലെ ആളുകൾ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും പലരും പറയും എറണാകുളത്ത് വന്നിട്ട് ഒരു സലൂൺ തുടങ്ങുന്നതല്ല അതേ സ്ഥാനത്ത് നമ്മൾ ഇവിടെ നിന്നൊരു ഉൾപ്രദേശത്ത് പോയി കഴിഞ്ഞാൽ, എറണാകുളത്ത് അത്രയും വലിയ ഫെസിലിറ്റി നിങ്ങളുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും തൽക്കാലത്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വരികയുള്ളൂ. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉന്നതി നിങ്ങളിലേക്ക് വന്നേക്കാം. പക്ഷേ എപ്പോഴും ബിസിനസ്സിനെ പ്രായോഗിക ബുദ്ധിയോടുകൂടി സമീപിക്കുമ്പോൾ ഒരിക്കലും എറണാകുളത്തെ ഒരു ബിസിനസ് തൽക്കാലം ജനറേറ്റ് ചെയ്യാൻ എറണാകുളം വിട്ടിട്ടുള്ളൊരു സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ ഏത് ടൈപ്പിലുള്ള സലൂണാണ് ഞങ്ങൾ തുടങ്ങേണ്ടത്? ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒട്ടനവധി ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്. പലരും ഇങ്ങനെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ലക്ഷം രൂപയ്ക്കും തുടങ്ങാം, അതേ സ്ഥാനത്ത് 25 ലക്ഷം രൂപയ്ക്കും തുടങ്ങാം. അത് പക്ഷേ ഞാൻ എങ്ങനെ നിങ്ങളിലേക്ക് അത് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ഒരു ആൻസറായിട്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്, ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു സ്ഥാപനം എത്ര രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, ആ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലം എവിടെയാണ്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടുന്നൊരു പ്രദേശമാണോ, ഒപ്പം തന്നെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാർക്കിംഗ് ഫെസിലിറ്റി, ഒരേ സമയം ഒരു 3 കാർ വന്നാൽ കയറ്റിയിടാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചിന്തിക്കേണ്ടത്, ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു ലേഡീസ് ഓൺലി സലൂണാണോ വേണ്ടത്, അതല്ല ജെൻസിൻ്റെ സലൂണാണോ വേണ്ടത്, ഇനി അതുമല്ല യൂണിസെക്സ് ആണോ വേണ്ടത്? ഇതാണ് അടുത്തൊരു പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അവിടുത്തെ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ഇതായിരിക്കണം നിങ്ങൾ ഏറ്റവും ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഏതാ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയും യൂണിസെക്സ് സലൂൺ. നാളത്തെ ഈ സമൂഹം നിങ്ങളിലേക്ക് ചോദിക്കാൻ പോകുന്നത് ഒരു യൂണിസെക്സ് സലൂണാണ്. കാരണം
ഇപ്പോൾ എൻ്റെ കൊച്ചിനെയും എൻ്റെ ഭാര്യയ്ക്കും മുടി വെട്ടാനായിട്ട് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് അതിന് ഞാൻ സമയം കണ്ടെത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ചെല്ലുമ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ ഞാൻ വേറൊരു ഏരിയ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ കിട്ടുന്ന അങ്ങനത്തെ ഒരു സലൂണാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുക. മാത്രമല്ല ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്തായാലും സീരിയസ് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എപ്പോഴും ഒരു യൂണിസെക്സ് സലൂണാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഭികാമ്യം. അത്തരത്തിലുള്ളൊരു മോഡിലേക്കായിരിക്കണം നിങ്ങളുടെ ഓപ്പറേഷൻസ്. ഈ ബിസിനസ്സിൻ്റെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ, ആ ഒരു ഫീല്, ആ ഒരു ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എപ്പോഴും യൂണിസെക്സ് സലൂൺ എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു ഫാമിലിയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവരുണ്ടാവും. അവർ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കാനും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏരിയ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ സമീപകാലത്തുള്ള ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇരിക്കാൻ ഒരു ഏരിയ പ്രത്യേകം ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഫാമിലിയെ മൊത്തമായി, ഒരു ഫംഗ്ഷന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു ഫാമിലിയെ മൊത്തമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സലൂണാണ് ഇനി വരും കാലഘട്ടങ്ങളിൽ ഏറ്റവും ആവശ്യം. ഇത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റൊരു കാര്യം, നിങ്ങളൊരു സലൂണിനെ കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളോട് ഞാൻ പറയുക ഒരേ ഒരു കാര്യമാണ്. സലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. സലൂൺ എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ആണ്. ജനത്തിന് വന്നു കഴിഞ്ഞാൽ, ഞാനൊരു സലൂണിൽ പോകണമെങ്കിൽ എൻ്റെ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാതിരാത്രി ആയാലും തുറന്നിരിക്കുന്ന ഒരു സലൂണാണെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ടേ പോവുള്ളൂ. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻസ്, അതിനായിരിക്കണം ഏറ്റവും വലിയ പ്രയോറിറ്റി ഉണ്ടാവേണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇതൊരു വലിയ ബ്രാഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് നിങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒരു 1 by 1 ആയിട്ട് പാർട്ടായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും. ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇതൊരു ഒറ്റ വീഡിയോയിൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ആലോചിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു ചെറിയ ടൈം സ്പാനിനുള്ളിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സലൂൺ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എൻ്റെ ഒരു ചെറിയൊരു ക്യാപ്സൂളാണ്. ഇതിനെ തുടർന്ന് ഇതിനെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് അനുസരിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഇനി വരും. അതിനിടയ്ക്ക് നമ്മളുടെ സാധാരണ പോലെയുള്ള വീഡിയോസ് എല്ലാം വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായതുകൊണ്ട് മാത്രം വേണമെന്നില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലേക്കൊന്ന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു വർത്താണെന്ന് തോന്നുന്ന ഒരു ചാനലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ള ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളുമായി ഞങ്ങൾ ഇനിയും വരും. ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. അത് നിങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനെ ആൻസർ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ അവിനാഷിനൊപ്പം സൈനിങ് ഓഫ് ചെയ്യുകയാണ്. മിഡാസ് സാബു. മാത്രമല്ല ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്നാണ്. എൻ്റെ പേഴ്സണൽ ID മിഡാസ് സാബു എന്നാണ്. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, ഞങ്ങളുടെ കടയെ ഫോളോ ചെയ്യാം. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരെ കാണുമ്പോഴത്തേക്കും അവിനാഷിനൊപ്പം സൈനിങ് ഓഫ്. താങ്ക് യു.